കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വീഡിയോ ശ്രദ്ധിക്കുന്ന എല്ലാ സൗരസവർമാർക്കും ഞാൻ സ്നേഹവന്ദനം പറയുകയാണ്. പ്രിയ സൗരസവർമാർ, ഇന്ന് ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്ന കാര്യമെന്ന് പറയുന്നത്, നമ്മുടെ കൂടിവരവുകളിൽ നടക്കുന്ന ശുശ്രൂഷകളുടെ അടിസ്ഥാനത്തിൽ വിശ്വാസികൾക്ക് ചില തെറ്റിദ്ധാരണകളുണ്ട്. ആ തെറ്റിദ്ധാരണകളെ ഒന്ന് നിങ്ങൾക്ക് വിലയിരുത്തി തിരുത്തുവാനായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ പുതിയ നിയമ വേദപുസ്തകം പരിശോധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന സഭകളിൽ ഏറ്റവും അധപ്പതിച്ച സഭ, അല്ലെങ്കിൽ പുതിയ നിയമത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന അല്ലെങ്കിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന സഭകളിൽ ഏറ്റവും അധപ്പതിച്ച സഭ, അല്ലെങ്കിൽ ഏറ്റവും ആത്മീയത കുറഞ്ഞ സഭയായി നമുക്ക് വായിക്കാൻ കഴിയുന്നത് കൊരിന്തിലെ സഭയാണ്. അപ്പോൾ ഈ കൊരിന്തിലെ സഭയിലുള്ളതായ ക്രമക്കേടുകളും അവരുടെ തെറ്റായ വിധത്തിലുള്ള അവരുടെ വരങ്ങൾ ഉപയോഗിക്കുന്നതും അതുപോലെ തന്നെ അവരുടെ ഇടയിലുണ്ടായിരുന്ന സംശയങ്ങളും അതെല്ലാം നമ്മൾ കൊരിന്തി ലേഖനം 1 കൊരിന്തി ലേഖനത്തിൽ നമുക്ക് വായിച്ച് മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പോൾ ആ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം വരുത്തി സഭ ചന്തമായും ഉചിതമായും ക്രമമായും നടത്തുവാൻ വേണ്ടി പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനമാണ് 1-ാമത്തെ ലേഖനം. അപ്പോൾ ആ ലേഖനം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ കൊരിന്ത്യ സഭ എത്രമാത്രം കുത്തഴിഞ്ഞ സഭയാണ്, അല്ലെങ്കിൽ ആത്മീയത ഇല്ലാത്ത സഭയാണ്, അല്ലെങ്കിൽ ക്രമമില്ലാതെ കിടന്ന സഭയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പോൾ ഈ കൊരിന്ത്യ സഭയിൽ ലേഖനം എഴുതുമ്പോൾ അദ്ദേഹം ആദ്യം തന്നെ എഴുതുന്നത് ഇങ്ങനെയാണ്. അതിൻ്റെ 1-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതുവാണ്: പൗലോസും സഹോദരനായ സൊസ്തേനസും കൊരിന്തിലുള്ള ദൈവസഭയ്ക്ക് എന്ന് പറഞ്ഞിട്ട് 2-ാം വാക്യത്തിൻ്റെ അവസാനം പറയുവാണ്: ക്രിസ്തുയേശുവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവരോടും കൂടെ വിളിക്കപ്പെട്ട വിശുദ്ധന്മാരുമായവർക്ക് തന്നെ എഴുതുന്നത്. അപ്പോൾ നമ്മൾ ഇത് ഈ ലോകത്തിൽ എവിടെയുമുള്ള ക്രിസ്തുവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന വിശുദ്ധന്മാർക്ക് വേണ്ടി എഴുതപ്പെട്ട ലേഖനമാണിത്. അപ്പോൾ കൊരിന്തിലുള്ളവർക്ക് മാത്രമല്ല, യേശുക്രിസ്തുവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന വിശുദ്ധന്മാരായിരിക്കുന്ന വിശ്വാസികൾ എവിടെയെല്ലാം ഉണ്ടോ അവിടെയെല്ലാം ഉള്ളവർക്ക് വേണ്ടി എഴുതപ്പെടുന്ന ഒരു ലേഖനമാണിത്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കൊരിന്ത്യ സഭ പോലെ മറ്റൊരു സഭയും ആയിത്തീരരുത്, അല്ലെങ്കിൽ കൊരിന്ത്യ സഭ പോലെ ഇന്ന് ലോകത്ത് എവിടെയെങ്കിലും സഭയുണ്ടെങ്കിൽ ആ സഭയിലും ഈ കൊരിന്ത്യ സഭയുടെ കാര്യങ്ങൾ എങ്ങനെ ക്രമപ്പെടുത്തണമോ അതുപോലെ തന്നെ ഇന്ന് കാണുന്ന സഭകളിൽ ഈ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ സഭകളും ഈ കാര്യങ്ങൾ എങ്ങനെ ക്രമപ്പെടുത്തണം എന്നുള്ള നിർദ്ദേശമാണ് ഈ ലേഖനത്തിലൂടെ നൽകുന്നത്. അതുകൊണ്ടാണിത് എവിടെയുമുള്ള വിശുദ്ധന്മാർക്ക് വേണ്ടി എഴുതുന്നു എന്ന് പറയുന്നതിൻ്റെ കാരണം. അപ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണ് ഉണ്ടായിരുന്നത്. അതിൽ ആ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം വരുത്തുവാൻ, അല്ലെങ്കിൽ സഭ ക്രമമായി അടുക്കും ചിട്ടയുമായി ഉചിതമായി ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് പൗലോസ് അപ്പോസ്തലൻ ഈ ലേഖനം എഴുതുന്നത്. അപ്പോൾ ഇത് ഇന്നത്തെ ഈ തലമുറയിൽ ജീവിച്ചിരിക്കാൻ നമുക്കും ഇത് ബാധകമാണ് എന്നുള്ള കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ സഭയെക്കുറിച്ച് നമ്മൾ പൗലോസ് അപ്പോസ്തലൻ ആദ്യം പറയുന്ന കാര്യം തന്നെ വളരെ പ്രശംസനീയമാണ്. അതെന്താണെന്ന് വെച്ചാൽ 1-ാം അധ്യായം 6-ാം വാക്യത്തിൽ വായിക്കുന്നത് പോലെ, നിങ്ങൾ സകലത്തിലും, വിശേഷാൽ സകല വചനത്തിലും സകല പരിജ്ഞാനത്തിലും സമ്പന്നരായി തീർന്നു. ഇങ്ങനെ നിങ്ങൾ ഒരു കൃപാവരത്തിലും കുറവില്ലാത്തവരായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷത കാത്തിരിക്കുന്നു. ഈ സഭയിലുള്ളവരെ പ്രശംസിച്ച് പറയുന്ന ഒരു കാര്യം ഇതാണ്: അവർ സകല വചനത്തിലും സകല പരിജ്ഞാനത്തിലും അവർ സമ്പന്നരായി തീർന്നു എന്നുള്ളതാണ്. അങ്ങനെ ഇവർക്ക് ഒരു കൃപാവരത്തിലും കുറവില്ല. അപ്പോൾ ഇവിടെ കൃപാവരങ്ങളെക്കുറിച്ച് കൊരിന്തി ലേഖനം 12-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തെല്ലാം കൃപാവരങ്ങൾ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ടോ ആ കൃപാവരങ്ങളെല്ലാം ആ സഭയിൽ ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ ആ കൃപാവരങ്ങളെ ദുർവിനിയോഗം ചെയ്തതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ ആ കൃപാവരങ്ങളെ തെറ്റായി വിനിയോഗിക്കാതെ എങ്ങനെയാണ് ശരിയായി വിനിയോഗിക്കേണ്ടതെന്ന് നിർദ്ദേശിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു കൃപാവരത്തിലും കുറവില്ലാത്ത, അതായത് എല്ലാ കൃപാവരങ്ങളുമുള്ള, വചനത്തിൽ പരിജ്ഞാനമുള്ള, സകല കാര്യങ്ങൾക്കും പരിജ്ഞാനമുള്ള അത്ര ശ്രേഷ്ഠമായ ആ കൊരിന്ത്യ സഭ, അതാണ് അദ്ദേഹം അതിനെ പ്രശംസിച്ച് പറയുന്നത്. അപ്പോൾ ഇത്രമാത്രം പ്രശംസിച്ചു പറഞ്ഞ
ഒരു സഭയാണ് കൊരിന്ത്യ സഭ. ആ കൊരിന്ത്യ സഭ അവിടെയുള്ള വിശുദ്ധന്മാരെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ പിന്നീട് പറയുന്നത് 3-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങളിൽ ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്: സഹോദരന്മാർ, നിങ്ങളോട് എനിക്ക് ആത്മീകരോട് എന്ന പോലെയല്ല, ജഡീകരോട് എന്ന പോലെ, ക്രിസ്തുവിൽ ശിശുക്കളായവരോട് എന്ന പോലെ അത്രേ സംസാരിക്കാൻ കഴിഞ്ഞുള്ളൂ. ഭക്ഷണമല്ല, പാൽ അത്രേ ഞാൻ നിങ്ങൾക്ക് തന്നത്. ഭക്ഷിപ്പാൻ നിങ്ങൾക്ക് കഴിവില്ലായിരുന്നു, ഇപ്പോഴും കഴിവായിട്ടില്ല. ഇന്നും നിങ്ങൾ ജഡീകന്മാരല്ലോ. അപ്പോൾ ഈ പൗലോസ് അപ്പോസ്തലൻ 1.5 വർഷം കൊരിന്തിൽ ശുശ്രൂഷ ചെയ്ത മനുഷ്യനാണ്. ആ മനുഷ്യൻ ആ സമയത്ത് അവർക്ക് നൽകിയത് കട്ടിയായിട്ടുള്ള ആഹാരങ്ങളല്ല, വളരെ ലഘുവായിട്ടുള്ള പാലാണ് കൊടുത്തതെന്നാണ് പറയുന്നത്. എന്നിട്ട് പൗലോസ് അപ്പോസ്തലൻ അവിടുന്ന് പോയതിന് ശേഷം പിന്നീട് നടന്ന കാര്യങ്ങൾക്ക് ക്രമീകരണം വരുത്താൻ വേണ്ടി എഴുതുന്ന ലേഖനമാണിത്. അദ്ദേഹം അന്നേരം കൊരിന്തിലില്ല. കൊരിന്തിൽ നിന്ന് പോയതിന് ശേഷം കൊരിന്ത്യർക്ക് എഴുതുന്ന ലേഖനം. അപ്പോൾ അവിടെ അദ്ദേഹം പറയുന്നത് ഇന്നും നിങ്ങൾ ജഡീകന്മാരാണെന്നാണ് പറയുന്നത്. അവർ ജഡീകന്മാരാണെന്ന് പറയാനുള്ള കാരണം, നിങ്ങളുടെ ഇടയിൽ ഈർഷ്യയും പിണക്കവും ഇരിക്കെ നിങ്ങൾ ജഡീകന്മാരും ശേഷം മനുഷ്യരെ പോലെ നടക്കുന്നവരുമല്ലയോ. അപ്പോൾ ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് കൊരിന്തിലുള്ള വിശ്വാസികൾ എല്ലാ കാര്യങ്ങളിലും പരിജ്ഞാനമുള്ളവരും വചനത്തിൽ സമ്പന്നരും അതുപോലെ സകല കൃപാവരങ്ങളും പ്രാപിച്ചവരും ഒരു കൃപാവരവും കുറവില്ലാത്തവരുമാണ്. അപ്പോൾ അവരെ സംബന്ധിച്ച് പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, നിങ്ങൾ ജഡീകന്മാരാണ്. അവരെ ആത്മീയരായിട്ട് പൗലോസ് അപ്പോസ്തലൻ പരിഗണിക്കുന്നില്ല. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കുന്നത്? കൃപാവരങ്ങളെല്ലാം ഉള്ള ഒരു സഭയെ പൗലോസ് അപ്പോസ്തലൻ ആത്മീയരായിട്ട് പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ്. അവരെ ജഡീകരായിട്ടാണ് പരിഗണിക്കുന്നത്. അദ്ദേഹം പറയുന്നത് നിങ്ങൾ സാധാരണ മനുഷ്യരെ പോലെ തന്നെ ജീവിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ സാധാരണ മനുഷ്യരെ പോലെ ജീവിക്കുകയും സാധാരണ മനുഷ്യരുടെ ഇടയിലുള്ളതുപോലെ നിങ്ങളുടെ ഇടയിൽ പിണക്കവും ഈർഷ്യയും എല്ലാം വെച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവർ വിളിക്കപ്പെട്ട വിശുദ്ധന്മാരായിരിക്കുമ്പോൾ തന്നെ, ഇവർക്ക് സകലവിധ കൃപാവരങ്ങളും ഉള്ളവരായിരിക്കുമ്പോൾ തന്നെ അവർ ജഡീകന്മാരാണ്. അപ്പോൾ ഞാൻ ഇന്ന് ഈ വീഡിയോ പറയുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൊരിന്ത്യ സഭ പോലെ അത്രമാത്രം കൃപാവരങ്ങളുള്ള ഒരു സഭ നമ്മുടെ ഈ തലമുറയിലില്ല. കൊരിന്ത്യ സഭയിൽ സകല കൃപാവരങ്ങളും ഉണ്ടായിരുന്നു. ഇന്ന് നമ്മുടെ സഭകളിൽ കൃപാവരങ്ങൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും പറയുന്ന 3 കൃപാവരങ്ങളാണ് ഉള്ളത്. 1 രോഗശാന്തി ശുശ്രൂഷ, 2 പ്രവചനം, 3 അന്യഭാഷ. അപ്പോൾ അതിൽ രോഗശാന്തി ശുശ്രൂഷയെക്കാളും പ്രവചനത്തെക്കാളും മുൻതൂക്കം കൊടുക്കുന്നത് അന്യഭാഷയ്ക്കാണ്. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് ഈ 3 കൃപാവരങ്ങളും തെറ്റായിട്ട് ഉപയോഗിക്കുന്നത് ജഡീകന്മാരാണ്, അവർ ആത്മീയരല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ കൊരിന്ത്യ സഭയിൽ സകല കൃപാവരങ്ങളും ഉണ്ടായിരുന്നിട്ടും അവർ ആ വരങ്ങളെ തെറ്റായി വിനിയോഗിച്ചത് കൊണ്ട് അവരെ ജഡീകന്മാരെന്നാണ് പൗലോസ് അപ്പോസ്തലൻ വിളിച്ചത്. ഇന്ന് നമുക്കും അത് ബാധകമാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് പ്രധാനമായിട്ടുള്ളത് ഈ 3 കൃപാവരങ്ങളാണ്: രോഗശാന്തി, പ്രവചനം, അന്യഭാഷ. ഈ 3 വരങ്ങളും ഇന്ന് നമ്മുടെ പെന്തക്കോസ്ത് സഭകളിൽ കാണുന്ന വരങ്ങളാണ്. പക്ഷെ ആ 3 വരങ്ങൾ തന്നെ തെറ്റായിട്ടാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ അത് ഉപയോഗിക്കേണ്ട സന്ദർഭത്തിലും അല്ല ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒന്നാമത്തെ കാര്യം രോഗശാന്തി ശുശ്രൂഷ എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് ഞാനിങ്ങനെ പറയാം. വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന എല്ലാ രോഗശാന്തി ശുശ്രൂഷകളും മനുഷ്യന് പ്രത്യക്ഷത്തിൽ കാണാവുന്ന രോഗങ്ങളെ സൗഖ്യമാക്കിയതായിട്ടാണ്. അതായത് മുടന്തനെ സൗഖ്യമാക്കി, കുരുടനെ സൗഖ്യമാക്കി, മരിച്ചവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു, കുഷ്ഠരോഗിയെ ശുദ്ധമാക്കി, അങ്ങനെ പുറമെ മനുഷ്യർക്ക് കാണാൻ കഴിയുന്ന രോഗങ്ങളെ സൗഖ്യമാക്കിയ രോഗശാന്തി ശുശ്രൂഷകളാണ് വേദപുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. എന്നാൽ ഇപ്പോൾ നമ്മുടെ സഭകളിൽ കാണുന്ന രോഗശാന്തി ശുശ്രൂഷ എന്ന് പറയുന്നത് ക്യാൻസർ സൗഖ്യമാക്കി, വയറിലെ മുഴ സൗഖ്യമാക്കി, തലയിലെ ട്യൂമർ സൗഖ്യമാക്കി, അങ്ങനെ വയറ്റിലെ അൾസർ സുഖമാക്കി എന്നൊക്കെ പറയുമ്പോൾ ഈ രോഗങ്ങളൊന്നും മനുഷ്യർക്ക് കാണാവുന്ന രോഗങ്ങളല്ല. അപ്പോൾ കാണപ്പെടാത്ത രോഗങ്ങളെയാണ് ഇന്നത്തെ
രോഗശാന്തി ശുശ്രൂഷ കൊണ്ട് സൗഖ്യമാക്കുന്നത്. എന്നാൽ വേദപുസ്തകത്തിലെ രോഗശാന്തി എന്ന് പറയുന്നതെല്ലാം മറ്റു മനുഷ്യർക്ക് പ്രത്യക്ഷത്തിൽ കാണാവുന്നതും അതിൻ്റെ വിടുതൽ അല്ലെങ്കിൽ അതിൽ നിന്ന് മോചനം പ്രാപിച്ചത് അതിൻ്റെ അനുഭവങ്ങൾ വെളിപ്പെടുത്തുന്നത് നമുക്ക് മനസ്സിലാകുകയും ചെയ്യുന്ന വിധത്തിലാണ് വേദപുസ്തകത്തിലെ രോഗശാന്തി ശുശ്രൂഷ. പക്ഷെ ഇന്നത്തെ രോഗശാന്തി ശുശ്രൂഷ അങ്ങനെയല്ല. എല്ലാ ആന്തരികമായ രോഗങ്ങളെ സൗഖ്യമാക്കിയതായിട്ട് നമുക്ക് കാണാനായിട്ടാണ് കേൾക്കാനായിട്ടാണ് കഴിയുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ അത് തീർച്ചയായിട്ടും വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന രോഗശാന്തി ശുശ്രൂഷ പോലെയല്ല. അത് കപടമായ വ്യാജമായ ഒരു രോഗശാന്തി ശുശ്രൂഷയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. രണ്ടാമത്തെ കാര്യം പ്രവചനമാണ്. പ്രവചനം എന്ന് പറയുന്നത് കൊരിന്ത്യലേഖനം 13-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്. 1 കൊരിന്ത്യലേഖനം 13-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ വായിക്കുന്നത് ഇങ്ങനെയാണ്: എനിക്ക് പ്രവചനവരമുണ്ടായിട്ട് സകല മർമ്മങ്ങളും സകല ജ്ഞാനവും ഗ്രഹിച്ചാലും. അപ്പോൾ പ്രവചനവരം എന്ന് പറയുന്നത് 2 കാര്യങ്ങൾ ആണ് പ്രവചനത്തിലുണ്ട്. ഒന്നാമത്തെ കാര്യം, പ്രവചനവരമുള്ള ഒരു വ്യക്തിക്ക് സകല മർമ്മങ്ങളും സകല ജ്ഞാനവും ഗ്രഹിക്കാൻ കഴിയും എന്നുള്ളതാണ്. അപ്പോൾ പ്രവചനവരത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വചനത്തിൻ്റെ സകല മർമ്മങ്ങൾ അറിയാവുന്നവനായിരിക്കും. അതുപോലെ തന്നെ സ്വർഗീയമായ ജ്ഞാനമുള്ളവനായിരിക്കും. അപ്പോൾ എനിക്ക് പ്രവചനപരമുണ്ടായിട്ട് ഞാൻ സകല മർമ്മങ്ങളും സകല ജ്ഞാനവും ഗ്രഹിച്ചാലും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സകല മർമ്മങ്ങളും സകല ജ്ഞാനവും ഗ്രഹിച്ച് ശുശ്രൂഷിക്കുന്ന വരമാണ് പ്രവചനപരം. ആ പ്രവചനപരത്തിൽ എന്തുണ്ടാവുമെന്നറിയോ? എല്ലാവരും പ്രവചിക്കുന്നുവെങ്കിൽ അവിശ്വാസിയോ ആത്മവരമില്ലാത്തവനോ അകത്തു വന്നാൽ എല്ലാവരുടെ വാക്കിനാലും അവന് പാപബോധം വരും. അപ്പോൾ പ്രവചിക്കുന്ന വ്യക്തി വചനത്തിൻ്റെ വെളിപ്പാടുള്ളവനും സ്വർഗീയമായ ജ്ഞാനമുള്ളവനുമാണ്. ആ വ്യക്തി പ്രവചിച്ചു കഴിഞ്ഞാൽ ഒരു പാപിയായ വ്യക്തിക്ക് പാപബോധം വരും എന്നാണ് പറയുന്നത്. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറയുന്ന പ്രവചനവരം വചനത്തിൻ്റെ മർമ്മം മനസ്സിലാക്കിയവനും വെളിപ്പാട് പ്രാപിച്ചവനും സ്വർഗീയ ജ്ഞാനം പ്രാപിച്ചവനും പാപിക്ക് പാപബോധം വരുത്തുന്നതുമായ പ്രവചനമാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ പ്രവചനം. എന്നാൽ ഇന്ന് നമ്മുടെ സഭകളിൽ കാണുന്ന പ്രവചനം പാപബോധം വരുത്തുന്ന പ്രവചനമല്ല, പ്രലോഭനങ്ങൾ നൽകുന്ന പ്രബോധനമാണ്. പ്രിയ സഹോദരന്മാരെ, പഴയ നിയമ കാലഘട്ടത്തിലുള്ള ഇസ്രായേലിൽ പ്രവചിച്ച പ്രവാചകന്മാർ, ഞാൻ കള്ളപ്രവാചകന്മാരുടെ കാര്യമല്ല പറയുന്നത്, സത്യപ്രവാചകന്മാരെല്ലാം ഇസ്രായേലിൻ്റെ പാപത്തെയും അവരുടെ ദുർനടപടികളെയും ശാസിക്കുന്ന പ്രവാചകന്മാരായിരുന്നു ഇസ്രായേലിലുണ്ടായിരുന്നത്. അവരെ സുഖിപ്പിച്ചവരെല്ലാം കള്ളപ്രവാചകന്മാരായിരുന്നു. ഇസ്രായേലിന് മുഖസ്തുതി പറഞ്ഞ പ്രവാചകന്മാരെല്ലാം കള്ളപ്രവാചകന്മാരായിരുന്നു. ഇന്നും നമ്മുടെ സഭകളിൽ ഇതുപോലെയുള്ള പ്രവാചകന്മാരാണ്. മനുഷ്യന് പാപബോധം വരുത്തുന്ന, മനുഷ്യൻ്റെ ദുർനടപടികളെ ചൂണ്ടിക്കാണിക്കുന്ന, അല്ലെങ്കിൽ മനുഷ്യനെ അവൻ്റെ അധാർമികതയെ വെളിപ്പെടുത്തുന്ന ഒരു പ്രവചനവും ഇന്ന് നമ്മുടെ സഭകളിലില്ല. മറിച്ച് മനുഷ്യനെ പ്രലോഭിപ്പിക്കുന്ന, വിദേശയാത്രയ്ക്ക്, വിവാഹത്തിന്, കുട്ടികളുണ്ടാകുന്നതിന്, ജോലി സമ്പാദിക്കുന്നതിന്, ധനം സ്വരൂപം കൂട്ടുന്നതിനൊക്കെ വേണ്ടിയുള്ള പ്രലോഭനങ്ങൾ നൽകുന്നതായ പ്രവചനമാണെന്നുള്ളത്. അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അതായത് ഇന്നത്തെ പ്രവചനങ്ങളെല്ലാം മനുഷ്യൻ്റെ തലയിൽ കൈവച്ചിട്ട് ഞാൻ നിന്നെ വാലല്ല തലയാക്കാം, നിന്നെ വിദേശത്തയക്കും, ഈ വർഷം തന്നെ നിന്റെ വിവാഹം നടക്കും, ഈ വർഷം നിനക്കൊരു കുട്ടിയെ തരും, ആ ജനിക്കുന്ന കുട്ടി ആണായിരിക്കും, അങ്ങനെ നിനക്കൊരു ജോലി ദൈവം ഒരുക്കിയിട്ടുണ്ട്, നിനക്ക് സമ്പത്ത് ദൈവം തരാൻ അനുഗ്രഹിച്ചിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് മനുഷ്യനെ പ്രലോഭനത്തിലേക്ക് പ്രലോഭിപ്പിക്കുന്ന പ്രവചനമാണ് ഇന്ന് നമ്മുടെ സഭകളിലുള്ളത്. മറിച്ച് ഒരു അവിശ്വാസിയായ ഒരുത്തൻ സഭയിൽ കിടന്നു വന്നാൽ അവൻ പാപിയാണെന്ന് വെളിപ്പെടുത്തുന്ന പ്രവചനം കേൾക്കാനേ ഇല്ല എന്നുള്ളതാണ്. അപ്പം മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അന്യഭാഷയാണ്. ഈ അന്യഭാഷ വരം അല്ലെങ്കിൽ ഭാഷാപരം എന്ന് പറയും. ഈ ഭാഷാപരം എന്ന് പറയുന്നതും ഈ രോഗശാന്തി ശുശ്രൂഷ വ്യാജമായി ഉപയോഗിക്കുന്നത് പോലെ തന്നെ, പ്രവചനപരം വ്യാജമായി ഉപയോഗിക്കുന്നത് പോലെ തന്നെ അന്യഭാഷാപരവും വ്യാജമായി ഉപയോഗിക്കുകയാണ്. അപ്പോൾ അന്യഭാഷ വ്യാജമായി ഉപയോഗിക്കുന്നത് കൊണ്ട്
അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് പൗലോസ് അപ്പോസ്തലൻ അതിനെ ചന്തമായി ഉചിതമായും ഉപയോഗിക്കേണ്ട ക്രമത്തെക്കുറിച്ചാണ് എഴുതുന്നത്. അത് കൊരിന്ത്യർ ലേഖനം 14-ാം അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലൻ വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. ഒരു അന്യഭാഷ എങ്ങനെ വിനിയോഗിക്കണം, എങ്ങനെ ഉപയോഗിക്കണം, അന്യഭാഷയുടെ പ്രത്യേകത എന്താണ് എന്നെല്ലാം എഴുതിയിട്ടുണ്ട്. ഇന്ന് നമ്മുടെ ഇവിടെ കാണുന്ന അന്യഭാഷ എന്ന് പറയുന്നത് ഒരു ഭാഷയേ അല്ല എന്നുള്ളതാണ്. അന്യഭാഷ പറഞ്ഞു തുടങ്ങിയത് എവിടെയാണെന്നറിയോ? അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിൽ പെന്തക്കോസ്ത് നാളിലാണ്. അപ്പോൾ പെന്തക്കോസ്ത് നാളിൽ അന്യഭാഷ സംസാരിച്ചതെല്ലാം അവിടെ കൂടി വന്ന, അതായത് 120 പേരുള്ള സംഘം ഒരു മുറിക്കകത്തിരുന്ന് ആത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. അപ്പോൾ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങിയ ആ അന്യഭാഷ എന്ന് പറയുന്നത് ആ കെട്ടിടത്തിന് വെളിയിൽ കൂടി വന്ന, ഇവരുടെ ബഹളം കേട്ട് കൂടി വന്ന 10-16 ഭാഷകൾ സംസാരിക്കുന്ന മറ്റ് ജാതികളുണ്ടായിരുന്നു. അല്ലെങ്കിൽ പ്രാദേശികമായ പലവിധ ഭാഷകൾ സംസാരിക്കുന്ന മറ്റ് ദേശക്കാർ അവിടെ വന്നു എന്നുള്ളതാണ്. ഏകദേശം 16ഓളം ഭാഷകൾ സംസാരിക്കുന്ന അന്യദേശക്കാർ അവിടെ കടന്നു വന്നു. ആ സമയത്ത് ഈ 120 പേരിരുന്ന് അന്യഭാഷകളിൽ സംസാരിക്കുകയാണ്. അപ്പോൾ സംസാരിക്കുമ്പോൾ ഈ കടന്നു വന്ന അന്യദേശക്കാർക്ക് അവരുടെ പ്രാദേശിക ഭാഷയിൽ ഈ ഗലീലക്കാരായ വിശ്വാസികൾ സംസാരിക്കുന്ന ഭാഷ അവരുടെ പ്രാദേശിക ഭാഷയിൽ അവർക്ക് മനസ്സിലായി എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? മലയാളം എന്ന ഒരു ഭാഷ പോലെ തന്നെ, ഹിന്ദി എന്ന ഒരു ഭാഷ പോലെ തന്നെ, ഉറുദു എന്ന ഒരു ഭാഷ പോലെ തന്നെ, കന്നഡ എന്ന ഒരു ഭാഷ പോലെ തന്നെ അന്യഭാഷ എന്ന് പറയുന്നത് ഒരു ഭാഷയാണ്. ഒരു ഭാഷ, ഒരു ലാംഗ്വേജാണ്. ആ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഒരു വാക്കല്ല, 1-2 വാക്ക് നമ്മൾ സംസാരിക്കുന്നതല്ല അന്യഭാഷ. അപ്പോൾ അന്യഭാഷ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ അല്ലാത്ത അന്യനാട്ടിൽ നിന്ന് അന്യഭാഷ സംസാരിക്കുന്ന ഒരുത്തൻ നമ്മുടെ സഭയിൽ വന്നു കഴിഞ്ഞാൽ, നമ്മുടെ സഭയിൽ അന്യഭാഷ സംസാരിക്കുമ്പോൾ ആ അന്യഭാഷ ആ അന്യനാട്ടിൽ നിന്ന് വന്നവൻ്റെ ഭാഷയായിട്ട് അവന് മനസ്സിലാകണം. ആയിട്ട് ഒരു പ്രാവശ്യം കൂടി ഞാനിങ്ങനെ പറയാം. നമ്മുടെ കൂട്ടായ്മയിൽ കന്നഡ ഭാഷ അറിയാവുന്ന ഒരു സഹോദരനും അതുപോലെ തന്നെ ഹിന്ദി അറിയാവുന്ന ഒരു സഹോദരനും കടന്നു വന്നു എന്ന് വിചാരിക്കുക. അപ്പോഴാണ് നമ്മുടെ കൂട്ടായ്മയിൽ 2 പേര് അന്യഭാഷയിൽ സംസാരിക്കുന്നത്. അപ്പോൾ ഈ കന്നഡ അറിയാവുന്ന സഹോദരന്, നമ്മുടെ സഭയിൽ 2 പേര് അന്യഭാഷയിൽ സംസാരിക്കുകയാണ്. ആ അന്യഭാഷയിൽ സംസാരിക്കുന്നത് കന്നഡ അറിയാവുന്ന സഹോദരന് അത് കന്നഡയായിട്ട് മനസ്സിലാകണം, ഹിന്ദി അറിയാവുന്ന സഹോദരന് അത് ഹിന്ദിയിൽ മനസ്സിലാകണം. അതാണ് അന്യഭാഷ എന്ന് പറയുന്നത്. അപ്പോൾ അന്യഭാഷ എന്ന് പറയുന്നതൊരു ഭാഷയാണ്, അത് 1-2 വാക്കുകളല്ല. അതാണ് അപ്പോസ്തല പ്രവൃത്തികളുടെ 2-ാം അധ്യായത്തിൽ അന്യഭാഷ സംസാരിച്ചതെല്ലാം 16 ദേശക്കാരവിടെ കടന്നു വന്നു. ആ 16 ദേശക്കാരുടെ പ്രാദേശിക ഭാഷയിൽ ഈ ഗലീലക്കാരായ വ്യക്തികൾ സംസാരിച്ചത് അവരുടെ പ്രാദേശിക ഭാഷയിൽ അവർക്ക് മനസ്സിലായി എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ കൂട്ടായ്മയിൽ അന്യഭാഷ സംസാരിക്കുമ്പോൾ ഒരു കന്നഡക്കാരനോ ഒരു ഉറുദു സംസാരിക്കുന്നവനോ ഒരു ഹിന്ദി സംസാരിക്കുന്നവനോ ഒരു തെലുങ്ക് സംസാരിക്കുന്നവനോ നമ്മുടെ കൂട്ടായ്മയിൽ വന്നാൽ, നമ്മുടെ കൂട്ടായ്മയിൽ സംസാരിക്കുന്ന 2-3 പേര് അന്യഭാഷ സംസാരിച്ചാൽ അത് ആ അന്യഭാഷ ഉറുദുവിലുള്ളവന് ഉറുദുവായിട്ട് മനസ്സിലാകണം, തെലുങ്കിലുള്ളവന് തെലുങ്കായിട്ട് മനസ്സിലാകണം, ഹിന്ദിയിലുള്ളവന് ഹിന്ദിയായിട്ട് മനസ്സിലാകണം, കന്നഡക്കാരന് കന്നഡയായിട്ട് മനസ്സിലാകണം. അങ്ങനെ അതാത് ദേശത്തുള്ളവർക്ക് അതാത് പ്രാദേശിക ഭാഷയിൽ മനസ്സിലാകുന്ന വിധത്തിലാണ് അന്യഭാഷ സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ 14-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നത്: കാഹളം തെളിവില്ലാതെ നാദം കൊടുത്താൽ പടയ്ക്കാറ് ഒരുങ്ങും. അതുപോലെ നിങ്ങളും നാവുകൊണ്ട് തെളിവായ ഉച്ചരിക്കാഞ്ഞാൽ സംസാരിക്കുന്നത് എന്തെന്ന് എങ്ങനെ അറിയും? അപ്പം നാവ് കൊണ്ട് വ്യക്തമായ ഭാഷ സംസാരിച്ചില്ലെങ്കിൽ കേൾക്കുന്നത് എങ്ങനെ, കേൾവിക്കാർക്ക് എന്താണെന്ന് എങ്ങനെ അറിയും എന്നാണ് ചോദിക്കുന്നത്. അപ്പം അതുകൊണ്ട് അന്യഭാഷ എന്ന് പറയുന്ന ആ വരം ശ്രേഷ്ഠമായ വരമാണ്. കാരണം അദ്ദേഹം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാണെങ്കിൽ 14-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യത്തിൽ പറയുന്നത് അന്യഭാഷകൾ അടയാളമായിരിക്കുന്നത് വിശ്വാസികൾക്കല്ല അവിശ്വാസികൾക്കത്രേ. അപ്പം അവിശ്വാസിയായ ഒരുത്തൻ, ഒരു അന്യദേശക്കാരൻ,
നമ്മുടെ കൂട്ടായ്മയിൽ കടന്നു വരുമ്പോൾ അവൻ അറിയാവുന്ന ഭാഷയിൽ നമ്മുടെ സഭയിലെ അന്യഭാഷ അവന് മനസ്സിലാകണം. അതാണ് അന്യഭാഷ എന്ന് പറയുന്നത്. അത് അവിശ്വാസിയുടെ അടയാളമാണെന്നാണ്, അവിശ്വാസിക്ക് വേണ്ടിയിട്ടുള്ള അടയാളമാണ് അന്യഭാഷ എന്നാണ് 14:22 പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. എന്നാൽ പ്രിയ സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് ഇങ്ങനെ പറയാം, ഈ കൊരിന്ത്യ സഭ ആ വരങ്ങളെല്ലാം തെറ്റായിട്ട് ദുർവിനിയോഗം ചെയ്തതുപോലെ തന്നെ ഇന്ന് പെന്തക്കോസ്ത് സഭകളും ഈ വരങ്ങളെല്ലാം തെറ്റായിട്ട് തന്നെയാണ് വിനിയോഗിക്കുന്നത്, അല്ലെങ്കിൽ വ്യാജമായിട്ട് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഞാൻ ഈ വരങ്ങൾ ഇല്ലെന്നല്ല പറയുന്നത്. ഈ വരങ്ങൾ ഉപയോഗിക്കേണ്ടത് വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന മാനദണ്ഡത്തിലില്ലെങ്കിൽ ആ വരങ്ങൾ എല്ലാം വ്യാജമായ വരങ്ങളാണ്. അങ്ങനെ വ്യാജമായി ഉപയോഗിക്കുന്നതിൻ്റെ കാരണം അവർ ജഡീകന്മാരാണെന്നുള്ളതാണ്. അപ്പോൾ അന്യഭാഷ എന്ന് പറയുന്ന വരം ശ്രേഷ്ഠമായ വരമാണ്. അത് അവിശ്വാസികളോ ആത്മവരമില്ലാത്തവനോ അകത്തു വന്നാൽ അവൻ്റെ ഭാഷയിൽ സംസാരിക്കുന്ന വരമാണ് അന്യഭാഷാ വരം. 2, രോഗിക്ക് സൗഖ്യം വരുത്തുന്ന വരമാണ് രോഗശാന്തി വരം. ആ രോഗമെല്ലാം ആന്തരികമായ രോഗമല്ല, ബാഹ്യമായതും പ്രത്യക്ഷമായതും മറ്റുള്ളവർക്ക് കാണത്തക്കവണ്ണമുള്ള രോഗങ്ങളെയാണ് സൗഖ്യമാക്കിയത്. 3 പ്രവചനമാണ്. പ്രവചനം എന്ന് പറയുന്നത് പ്രലോഭനം നൽകുന്ന കാര്യമല്ല, മനുഷ്യനെ പാപബോധം നൽകുന്ന ആലോചനകൾ അറിയിക്കുന്നതും അതുപോലെ തന്നെ ദൈവവചനത്തിൻ്റെ വെളിപ്പാടും ജ്ഞാനവും ഗ്രഹിക്കുന്നതാണ് പ്രവചനം എന്ന് പറയുന്നത്. പഴയകാലത്തെ പ്രവചനം അങ്ങനെയല്ലായിരുന്നു. എങ്കിൽ പോലും ആ പ്രവചനത്തിൽ ജനത്തിന് പാപബോധം നൽകുകയായിരുന്നു പ്രവാചകന്മാർ. അപ്പോൾ പ്രവാചകന്മാർ പാപബോധം നൽകേണ്ടതിന് പകരം പ്രലോഭനം നൽകുന്നത് വ്യാജമായ പ്രവചനമാണ്. അപ്പോൾ കൊരിന്ത്യ സഭ തെറ്റായിട്ട് വിനിയോഗിച്ചതുപോലെ നമ്മുടെ കൂടിവരവുകളിലും ഈ വരങ്ങൾ തെറ്റായിട്ട് വിനിയോഗിക്കരുത് എന്നാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ ആ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ നിങ്ങളെ ചൂണ്ടിക്കാണിച്ചു തന്നത്. അപ്പോൾ അതുകൊണ്ട് പ്രിയ സഹോദരന്മാരെയും, ഈ കൊരിന്തിലുള്ള ദൈവസഭയ്ക്ക് എല്ലാവിധ കൃപാവരങ്ങളും ഉണ്ടായിരുന്നു. അവർ എല്ലാ വിഷയം കൊണ്ടും അവർ സമ്പന്നരായിരുന്നു. സകല ജ്ഞാനത്തിലും പരിജ്ഞാനത്തിലും എല്ലാം അവർ സമ്പന്നരായിരുന്നു. പക്ഷേ അവരോട് പൗലോസ് പറയുകയാണ്, നിങ്ങൾ ഇന്നും ജഡീകന്മാരാണ്. അതുപോലെ തന്നെയാണ് ഇന്നത്തെ പെന്തക്കോസ്ത് സഭകളും. കാരണം പെന്തക്കോസ്ത് സഭകളിൽ ഈ പറഞ്ഞ വരങ്ങളൊക്കെയുണ്ട്. അന്യഭാഷാ വരമുണ്ട്, പ്രവചന വരമുണ്ട്, അതുപോലെ തന്നെ രോഗശാന്തി വരമുണ്ട്. പക്ഷേ ഇന്നും പെന്തക്കോസ്തുകാരിൽ അനേകരും ജഡീകന്മാരാണ്. ഈ വരങ്ങൾ ഉപയോഗിക്കുന്നവരും ഈ വരങ്ങൾ ഉപയോഗിക്കുന്ന സഭയിലിരിക്കുന്നവരും പിണക്കമുള്ളവരാണ്, വിദ്വേഷമുള്ളവരാണ്, പരസ്പരം മിണ്ടില്ലാത്തവരാണ്. അവർക്ക് സ്വന്തമായിട്ട് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയാതെ ജാതികളുടെ അടുക്കൽ പ്രശ്നം പരിഹരിക്കാൻ പോകുന്നവരാണ്. മാത്രമല്ല ഈ വിശ്വാസികളാണെന്ന് പറയുകയും അവർ ശേഷം മനുഷ്യരെ പോലെ ജീവിക്കുകയും ചെയ്യുകയാണ്. പെന്തക്കോസ്തുകാരെന്ന് പറയുന്ന വിശ്വാസികൾ പൗലോസ് അപ്പോസ്തലൻ 3-ാം അധ്യായത്തിൽ 4-ാം വാക്യത്തിൽ പറയുന്നത് എന്താണെന്നറിയോ? 3:4 പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങളുടെ ഇടയിൽ ഈർഷ്യയും പിണക്കവും ഇരിക്കെ നിങ്ങൾ ജഡീകന്മാരും ശേഷം മനുഷ്യരെ പോലെ നടക്കുകയും ചെയ്യുന്നവരല്ലേ. അപ്പം എന്ത് കൃപാവരമുണ്ടെന്ന് പറഞ്ഞാലും ഈർഷ്യയും പിണക്കവും വിദ്വേഷവും സ്നേഹമില്ലായ്മയും ഭിന്നതയും വെച്ചുകൊണ്ടിരിക്കുന്ന സഭയിൽ ഏത് വരം ഉപയോഗിച്ചാലും അവർ ജഡീകന്മാരാണ്. ഞാൻ ഒരു പ്രാവശ്യം കൂടി പറയാം, എത്ര അന്യഭാഷ പറഞ്ഞാലും, എത്ര പ്രവചനം പറഞ്ഞാലും, എത്ര രോഗശാന്തി വരുത്തിയാലും, ആ വരങ്ങളെല്ലാം നിങ്ങൾ വിനിയോഗിച്ചാലും നിങ്ങളുടെ ഇടയിൽ ഭിന്നതയും ഈർഷ്യയും വിദ്വേഷവും പകയും പിണക്കവും വച്ചുകൊണ്ടിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ ആത്മീയരല്ല, നിങ്ങൾ ജഡീകന്മാരാണ്. മാത്രമല്ല മറ്റു മനുഷ്യരെ പോലെ തന്നെ ജീവിക്കുന്നവരുമാണ്. നമ്മുടെ ഇടയിൽ ഭിന്നതയുണ്ടെങ്കിൽ മറ്റു മനുഷ്യരുടെ ഇടയിൽ ഭിന്നത ഉള്ളതുപോലെ നമ്മളും മറ്റു മനുഷ്യരെ പോലെയാണ്. നമ്മുടെ ഇടയിൽ പിണക്കമുണ്ടെങ്കിൽ മറ്റു മനുഷ്യരെ പോലെ തന്നെ നമ്മളും പിണങ്ങുന്നവരാണ്. നമ്മുടെ ഇടയിൽ വിദ്വേഷമുണ്ടെങ്കിൽ മറ്റു മനുഷ്യരെ പോലെ നമ്മളും വിദ്വേഷം വെച്ച് പുലർത്തുന്നവരാണ്. മറ്റുള്ളവരുടെ ഇടയിൽ പകയുണ്ടെങ്കിൽ നമ്മുടെ ഇടയിലും പകയുണ്ട്. അപ്പോൾ അവരെ പോലെ ശേഷം മനുഷ്യരെ പോലെ അവരുടെ ഇടയിൽ വെറുപ്പുണ്ട്, നമ്മുടെ ഇടയിലും വെറുപ്പുണ്ട്. അങ്ങനെയാണെങ്കിൽ പ്രിയ സഹോദരന്മാരെ, അവരെ പോലെ തന്നെ ശേഷം മനുഷ്യരെ പോലെ തന്നെയാണ് നമ്മൾ.
അപ്പോൾ അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, നിങ്ങൾ ആത്മീയരായിരിക്കണം, കൃപാവരങ്ങളെല്ലാം ആത്മീയമായിട്ട് ഉപയോഗിക്കണം, കൃപാവരങ്ങളെല്ലാം വേദപുസ്തകത്തിൻ്റെ മാനദണ്ഡത്തിൽ വിനിയോഗിക്കണം. വ്യാജമായ എല്ലാ കൃപാവരങ്ങളും ഉപേക്ഷിച്ച് കൃപാവരങ്ങളെ ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി വിനിയോഗിക്കുമ്പോൾ മാത്രമാണ് ആ കൃപാവരങ്ങൾ കൊണ്ട് പ്രയോജനകരമായി തീരുകയുള്ളൂ. അപ്പം അതുകൊണ്ട് ഞാനിങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഏതെല്ലാം കൃപാവരങ്ങൾ ഉണ്ടായിരുന്നിട്ടും, സകല കൃപാവരങ്ങളുണ്ടായിട്ടും കൊരിന്തിലുള്ള വിശ്വാസികൾക്ക് ജഡീകന്മാരായിരിക്കാനേ കഴിഞ്ഞുള്ളൂ. അതുകൊണ്ട് എൻ്റെ വീഡിയോ ശ്രദ്ധിക്കുന്ന നിങ്ങളോട് ഞാൻ പറയാം, നിങ്ങൾ എത്ര വലിയ കൂട്ടായ്മയിലാണെങ്കിലും, എത്ര വിധ കൃപാവരങ്ങൾ ഉള്ള കൂട്ടായ്മയിലാണെങ്കിലും, നിങ്ങളുടെ ഇടയിൽ ഭിന്നതയും അഭിപ്രായ വ്യത്യാസങ്ങളും വിദ്വേഷവും പകയും പിണക്കവും ഉണ്ടെങ്കിൽ നിങ്ങൾ ഇന്നും ജഡീകന്മാരാണ്. മാത്രമല്ല ശേഷം മനുഷ്യരെ പോലെ തന്നെ ജീവിക്കുന്നവരുമാണ്. അപ്പം ശേഷം മനുഷ്യരെ പോലെ ജീവിച്ചിരുന്ന നമ്മെ കർത്താവ് വിളിച്ച് വിശുദ്ധന്മാരാക്കി കർത്താവിൻ്റെ പക്ഷത്ത് നിർത്തിയവരാണ്. അങ്ങനെ വിശുദ്ധന്മാരായി കർത്താവിൻ്റെ പക്ഷത്ത് നിൽക്കുന്ന വിശ്വാസികൾ ഈ കൃപാവരങ്ങളിൽ എത്രയുണ്ടെങ്കിലും അവർ ഭിന്നതയിലും അഭിപ്രായ വ്യത്യാസത്തിലും പിണക്കത്തിലും മുഖപക്ഷത്തിലും വെറുപ്പിലും പകയിലുമാണ് ഇരിക്കുന്നതെങ്കിൽ അവർ ഇന്നും ജഡീകന്മാരും ശേഷം മനുഷ്യരെ പോലെ നടക്കുന്നവരുമാണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ വീഡിയോ ശ്രദ്ധിക്കുന്ന സഹോദരന്മാരെ ഞാൻ നിങ്ങളോട് പറയാം, ഇത് അന്ത്യകാലമാണ്. അന്ത്യകാലത്ത് കർത്താവിന് ഇവിടെ കൊരിന്ത്യ ലേഖനത്തിൽ 1-ാം അധ്യായത്തിൽ അവരെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, അതിൻ്റെ 7-ാം വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ഇങ്ങനെ നിങ്ങൾ യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷത കാത്തിരിക്കുകയാണ്. ഒരു വിശ്വാസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി അവൻ നോക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ നോക്കിയിരിക്കുന്ന നിങ്ങളോട് ഞാൻ പറയാം, നിങ്ങൾ കൃപാവരങ്ങൾ ഒന്നുമില്ലാത്തവരാണെങ്കിലും, ഒരു കൃപാവരവും നിങ്ങൾക്കില്ലെങ്കിലും, നിങ്ങൾ സ്നേഹത്തിലും ഐക്യതയിലും നിർമ്മലതയിലും വിശുദ്ധിയിലും ഇരിക്കുന്നുവെങ്കിൽ കർത്താവിൻ്റെ വരവിങ്കൽ എടുക്കപ്പെടും. നേരെ മറിച്ച് നിങ്ങൾക്ക് എന്തെല്ലാം കൃപാവരങ്ങളുണ്ടെങ്കിലും നിങ്ങൾ പകയും പിണക്കവും വിദ്വേഷവും വെറുപ്പും കയ്പും വെച്ചു പുലർത്തുന്നുവെങ്കിൽ കർത്താവിൻ്റെ വരവിങ്കൽ കൈവിടപ്പെട്ടു പോകും എന്ന് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് കൊരിന്ത്യ ലേഖനം 13-ാം അധ്യായത്തിൽ 1-ാം വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് പോലെ, സ്നേഹമില്ലാതെ അതിശ്രേഷ്ഠമായ ഒരു മാർഗം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, അത് സ്നേഹമാണ്. അപ്പോൾ സ്നേഹം എന്ന ഒരു വരം ഒരു സഭയിലുണ്ടെങ്കിൽ മറ്റ് ഏതൊരു വരമില്ലെങ്കിലും ആ സഭ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട സഭയാണ്. അപ്പം അതുകൊണ്ട് കൃപാവരങ്ങളെ ഉപയോഗിക്കുന്നത് അത് വ്യാജമായിട്ടല്ല, അത് ആത്മാവിനാൽ സത്യസന്ധമായി വിനിയോഗിക്കുകയും സഭയിൽ കൃപാവരങ്ങളുള്ള എല്ലാ വ്യക്തികളും ഐക്യതയോടും സ്നേഹത്തോടും ഏക മനസ്സോടും ഏക അഭിപ്രായത്തോടും കൂടെ ഇരിക്കണം. അപ്പോൾ മാത്രമേ സഭ ചന്തവും ഉചിതവും ക്രമമായും നടക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ ദൈവം അനുവദിക്കുന്ന പക്ഷം നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.